രാഷ്ട്രീയമല്ല, സാഹിത്യമാണ് സർക്കാരിൻ്റെ മാനദണ്ഡം. അത് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കവിതയിലെ രാഷ്ട്രീയം പുതിയ കാലത്ത് സ്വീകാര്യമായി കാണപ്പെടുന്നുണ്ട്. മുൻപ് അതായിരുന്നില്ല സ്ഥിതി. കവിതയിൽ രാഷ്ട്രീയം കാണുന്നു എന്ന് പറഞ്ഞ് മുഖ്യധാരാ സാഹിത്യത്തിൽ നിന്ന് എത്രയോ പേരെ ഇവിടെ ചാപ്പകുത്തി പുറത്താക്കിയിരുന്നു. KPജിയും കടാമംഗലം വപ്പക്കുട്ടിയുമൊക്കെ അതിൽപ്പെടും. ഒന്നാം തരം കവിതകൾ എഴുതിയിട്ടുള്ള തിരുനെല്ലൂർ കരുണാകരന് പോലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾക്കപ്പുറമാവണം സാഹിത്യം, ഇസങ്ങൾക്കപ്പുറമാവണം സാഹിത്യം എന്നതായിരുന്നു അന്ന് ചില പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. കവിതയ്ക്ക് പച്ചക്കുള്ള രാഷ്ട്രീയം പോലും വിഷയമാവാം എന്നായി. കവിതയ്ക്ക് രാഷ്ട്രീയം അന്യമല്ല എന്നത് തന്നെയാണ് ശരി. അതിലാക്ഷേപമില്ല. എന്നാൽ ആ രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിൽ ഉത്കൃഷ്ടം, ഇടതുപക്ഷ അനുകൂലമാണെങ്കിൽ അധമം എന്ന് വരുന്നത് ശരിയാണോ? കേവലം ഭാവുകത്വ വ്യത്യാസം മാത്രമാണോ ഈ വിവേചനത്തിന് പിന്നിലുള്ളത്? അതിനപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തി കൊടുക്കുക എന്ന വലതുപക്ഷ രാഷ്ട്രീയ ധർമ്മം അനുഷ്ഠിക്കൽ കൂടി ഇതിന് പിന്നിലുണ്ടോ? ഇക്കാര്യങ്ങൾ നിരൂപകരാണ് പരിശോധിക്കേണ്ടത്. വരൂ, ഈ തെരുവിലെ രക്തം കാണോ എന്നെഴുതി പാബ്ലോ നെരൂദ. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ രക്തത്തിൽ നിന്നുകൊണ്ട് പൊരുതുന്നവരുണ്ട്. അവർക്കും സർഗാത്മകതയുണ്ട്. അവരുടെ സർഗാത്മകതയല്ല, മറിച്ച് വൈറ്റ് കോളർ ആംചെയർ വിപ്ലവകാരികളുടെ സർഗാത്മകത മാത്രമാണ് പൊളിറ്റിക്കലി കറക്റ്റായ ഇടതുപക്ഷ സർഗാത്മകത എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ഇതും സമൂഹം ചർച്ച ചെയ്യട്ടെ.